ചെറുപ്പം മുതൽ ഒരു പണി അന്വേഷിച്ച് പോയിക്കുമ്പോൾ പണി കിട്ടിയത് ഹോട്ടലിലാണ്. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഹോട്ടലായി. പിന്നെ വേറൊരു കൈത്തോല് പഠിക്കാനൊന്നും പോകാൻ കേൾപ്പിട്ടില്ല. അപ്പോൾ ചെറിയൊരു ചായക്കട ഇട്ടതാണ്, അത് ഹോട്ടലായി മാറി. നല്ല പൊറാട്ടയും ബീഫും ആണെങ്കിൽ മുള്ളൻ്റെ കടയിലേക്ക് വരിക. പൊറാട്ടയും ബീഫും അടിപൊളിയാണ്, ബിരിയാണി അതിലും സൂപ്പറാണ്. ബീഫിൻ്റെ ചാടും ചൂട് പൊറോട്ടയും അടിപൊളി. അല്ലേ എന്തെങ്ങനെ നോക്കിക്കണ്? എന്താ വെള്ളം ഈ മഴക്കാലത്ത് വെള്ളമൊന്നുമില്ല ഉണ്ടാകുക. അല്ല എങ്ങോട്ടപ്പം നമ്മൾ പോണ്? ഇവിടെ ഒരു അടിപൊളി ഒരു പൊറോട്ടയും ബീഫും ഉണ്ട്. അല്ല എന്ന് ഈ പൊറോട്ടയും ബീഫും തന്നെ കഴിക്കണേ? ഇതൊരു വേറെ ലെവലാണ്. അതെ, ഒന്ന് പോയി നോക്കാം. ഓക്കെ, നടക്ക്. ഫ്രണ്ട്സാണ് ഇതിലേക്ക് കൊടുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എനിക്ക് ഹോട്ടൽ പണി അറിയണതല്ലേ, പള്ളത്ത് ചായക്കടല്ല, ഒരു ചായയിലിട്ടിട്ട് നോക്കി വെക്കാറുണ്ട്. അങ്ങനെ വെറുതെ അവരുടെ ഒരു ഇതിന് എന്താ പൊറോട്ടയാണ് മെയിൻ, ബിരിയാണി, പിന്നെ കാലത്ത് ഇഡ്ഡലി, വെള്ളപ്പം, പുട്ട്, പൂരി, പിന്നെ ബീഫും ചിക്കനും കറികളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ ആര് കടത്തിന് വന്നാലും കൊടുക്കും. നാളെ തരാമെന്നോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തരാമെന്നോ എന്ന് പറഞ്ഞാലും സാധനം കൊടുക്കും. ഇനി തരാത്ത ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കില്ല. ഭക്ഷണമല്ലേ, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പിൻ്റെ വില അറിയണോണ്ട് അപ്പോൾ അങ്ങനെയുള്ള പൈസ ഞാൻ ആരത്തിലില്ല പറഞ്ഞു കഴിഞ്ഞാലും കൊടുത്തോളാൻ അവിടുത്തെ പണിക്കാരോട് വന്നിരിക്കണേന്. എങ്ങനെയുണ്ട് ഇപ്പോൾ അവിടെ മൊത്തത്തിൽ? കുഴപ്പമൊന്നുമില്ല, സുഖം. വിചാരിക്കാത്ത സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കൂടുതലും വരുന്നത് പൊറാട്ടക്കും ബിരിയാണിക്കും. പൊറാട്ടയും ബിരിയാണി തന്നെയാണ് മെയിനായിട്ട്. 120-130 ഇവിടെ 100 റുപ്യ ഉള്ളൂ പൊറാട്ട. അല്ല ബിരിയാണിക്ക്. പൊറാട്ടക്ക് 10 റുപ്യ ഉള്ളൂ. കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു 15 പൊറാട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ബീഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 ആൾക്കാർ കഴിക്കാം. അങ്ങനെയൊക്കെയുള്ള ബീഫ് ക്വാണ്ടിറ്റി ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ നിന്ന് പൊന്നാനി റോട്ടിന് ഒരു 3 കിലോമീറ്റർ പള്ളം പറഞ്ഞിട്ട് വന്നു. ചെറുപ്പം മുതൽ അങ്ങനെ ഈ മേഖലയിൽ തന്നെയാണ്. ഒരു 10 വർഷം മുന്നേ ഇവിടെ വേറൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സുഹൃത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു തന്നെ അവൻ. പിന്നെ ഗൾഫിൽ പോയി പിന്നെ ഹോട്ടൽ മേഖലയിൽ തന്നെയാണ് അവൻ ചെറുപ്പം തൊട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണം വെക്കാനും കാര്യങ്ങളൊക്കെ അവന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഒരു സ്റ്റാഫ് ലീവാണെങ്കിലും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവും. ഒരു ഹോട്ടലിൻ്റെ ഒരു നടത്തിപ്പുകാരന് ഒരു പണിക്കാരില്ലാച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടാവില്ല. അതിനൊന്നും പ്രശ്നം വരില്ല. ഇപ്പോൾ 2 ആൾ ലീവാണെങ്കിലും അവൻ നിന്ന് മാനേജ് ചെയ്തോളൂ. ഭക്ഷണം കാര്യത്തിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ചൂടുള്ള പൊറോട്ട, ആ മൊരിഞ്ഞ പൊറോട്ട ഉണ്ടോ? കുറച്ച് ഞാൻ ഒഴിക്കാം കേട്ടോ. ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അല്ലേ? കഴിച്ചു നോക്ക്. നല്ല ഗ്രേവിക്ക് നല്ല എരിവുണ്ട് കേട്ടോ, അല്ലേ? കുരുമുളകിൻ്റെ എരിവാണ്. എരിവുണ്ടെങ്കിലും ഗ്രേവി പൊറോട്ടയ്ക്ക് ഒക്കെ അടിക്കാൻ നന്നുണ്ട്. ഈ പൊറോട്ടയ്ക്ക് ബീഫല്ലാതെ പിന്നെ കൂടുതൽ ചേരുന്നത് ഏതാ? എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ പൊറോട്ട മാത്രമായിട്ട് കഴിക്കും. അതായത് ഇപ്പോൾ ചായ ഉണ്ടെങ്കിൽ പൊറോട്ട മാത്രമായിട്ട് മുരിഞ്ഞിട്ട് അത് ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് പാലും മനസ്സാരി വയ്ക്കുക, വെറും കാലി പൊറോട്ട എന്നിട്ട് കഴിക്കാം. നമ്മുടെ നാട്ടിലത്തെ അബുവിൻ്റെ കട, അവൻ്റെ വാപ്പ പണ്ട് ചെറുപ്പത്തിൽ നടത്തുമ്പോൾ അവിടെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ തരും. പാലും കുറച്ച് പഞ്ചസാര ഒഴിച്ചിട്ട് പൊറോട്ട തരും. അത് വല്ലാത്ത ടേസ്റ്റായിരുന്നു ആ കാലഘട്ടത്തിൽ. നല്ല ചൂടുള്ള ചായയും വന്നു. അത് പറഞ്ഞിട്ടുണ്ടോ? ആഹാ, സൂപ്പർ ചായ. ഓൾറെഡി ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ചെറുതുരുത്തിയിൽ നിന്ന് കുന്നംകുളം പോകുന്ന റോട്ടിൽ പള്ളം പറഞ്ഞ ജംഗ്ഷനിലാണ് ഹോട്ടൽ സിറ്റി. അപ്പോൾ എല്ലാവരും പോകുന്ന വഴിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.